بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ വളരെ പ്രധാനമായി പാലിച്ചിരിക്കേണ്ട ഒരു നിയമമാണ്, അല്ലെങ്കിൽ നിയമങ്ങളാണ് ദീർഘങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ദീർഘത്തിൻ്റെ ഇനങ്ങൾ. ഇതിൽ മദ്ദുല്ലീൻ, ലീനിൻ്റെ ദീർഘം, ഇതാണ് നമുക്കിന്ന് പഠിക്കുവാനുള്ളത്. ലീൻ എന്ന് പറഞ്ഞാൽ ലോലമാവുക, മൃദുവാവുക എന്നൊക്കെയാണ് അർത്ഥം. ലയ്യിൻ എന്ന് പറഞ്ഞാൽ വളരെ മൃദുവായത്, ലോലമായത് എന്നൊക്കെ അർത്ഥം. ലയ്യിൻ വിപരീതം ഖശീൻ എന്നാണ്, പരുത്തത്, ഹാർഡായിട്ടുള്ളത് എന്നൊക്കെ. ചുരുക്കി പറഞ്ഞാൽ മദ്ദുല്ലീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹുവ അൻ യഅതിയ ഹർഫുൽ ലീനി വബഅദഹു ഹർഫുൻ സാകിൻ സുകൂനൻ ആരിദ ബിസബബിൽ വഖഫ്. അത് ലീനിൻ്റെ ഹർഫ് വരലാണ്. ലീനിൻ്റെ ഹർഫ് എന്താണെന്ന് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. വാവോ യാഓ സാക്കിനായി വരിക, തൊട്ടു മുമ്പിലുള്ള അക്ഷരത്തിന് ഫത്ഹുണ്ടാവുക. അപ്പോൾ ആ വാവിനും യാവിനും പറയുന്ന പേരാണ് ലീനിൻ്റെ ഹർഫ്. അങ്ങനെ ലീനിൻ്റെ ഹർഫ് വരുന്നു. വബഅദഹു ഹർഫുൻ സാക്കിൻ, ലീനിൻ്റെ ഹർഫിന് ശേഷം സാക്കിനായ ഹർഫ് ഉണ്ടാവുകയും സുകൂനൻ ആരിദ, താൽക്കാലികമായ സുക്കൂൻ, സ്ഥിരപ്പെട്ട സുക്കൂനല്ല, ബിസബബിൽ വഖഫ്, വഖഫ് കാരണമായി. അപ്പോൾ ഇത് ആരിദുമായ, മദ് ആരിദുമായി സാമ്യം പുലർത്തുന്ന ഒരു മദ് തന്നെ, അഥവാ ഈ ദീർഘം ആരിദിൻ്റെ ദീർഘം തന്നെ ആണ് വഖഫിന് വേണ്ടി എന്ന് പറയാം. പക്ഷെ ദീർഘത്തിൻ്റെ അക്ഷരം ലീനിൻ്റെ അക്ഷരമാണ്, അതുകൊണ്ട് അതിന് മദ്ദുല്ലീൻ എന്ന് പേര് പറയുന്നു. ഉദാഹരണമായി നൗം, നൗമുൻ എന്നിടത്ത് വഖഫ് ചെയ്യുന്നത് നൗം എന്ന് വാവിനെ ദീർഘിപ്പിച്ചുകൊണ്ട്. ഈ ദീർഘിപ്പിക്കപ്പെടുന്ന വാവാകട്ടെ ദീർഘാക്ഷരമായ വാവല്ല. ദീർഘാക്ഷരമായ വാവ് എന്ന് പറഞ്ഞാൽ വാവുൻ സാക്കിനുൻ വമാ ഖബ്ലഹു മദ്മൂമുൻ എന്നാണ്. സുക്കൂൻ നൽകപ്പെട്ട വാവും തൊട്ട് മുമ്പിൽ ദമ്മ് നൽകപ്പെട്ട അക്ഷരം ഉണ്ടാവും, ദമ്മും വരിക. ദമ്മിന് ശേഷം വരുന്ന സാക്കിനായ വാവിനാണ് ദീർഘാക്ഷരമായ വാവ് എന്ന് പറയാം. ഇവിടെ ഫത്ഹിന് ശേഷമാണ്. അടുത്ത ഉദാഹരണം ഖൗഫ് എന്ന് ദീർഘിപ്പിക്കുക. അതുപോലെ തന്നെ യാഇൻ്റെ ഉദാഹരണം ഖുറൈശ്. യാ സാക്കിനാണ്, തൊട്ട് മുമ്പിലുള്ളതിന് ഫത്ഹാണ്. എന്നാൽ ദീർഘാക്ഷരമായ യാ ആവണമെങ്കിൽ യാഇന് സുക്കൂനും തൊട്ട് മുമ്പിൽ കസ്റും വരണം, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ അതല്ല, ഇവിടെ ലീനിൻ്റെ അക്ഷരമാണ്, ലോലാക്ഷരമാണ്. മറ്റൊരു ഉദാഹരണം അൽ ബൈത്ത്. ഇനി ഇതിൻ്റെ ദീർഘത്തിൻ്റെ അളവ് എത്രയാണ്? വയുമദ്ദുല്ലീനു, ലീൻ ദീർഘിപ്പിക്കപ്പെടും, ലീൻ ലോലമായ ദീർഘം അത് നൽകപ്പെടും. ബിമിഖ്ദാരി ഹറകതൈനി ഔ അർബഇൻ ഔ സിത്തി ഹറകാത്ത്. 2 ഹറക്കത്തിൻ്റെ അളവിലോ 4 ഹറക്കത്തിൻ്റെ അളവിലോ 6 ഹറക്കത്തിൻ്റെ അളവിലോ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്.
നമ്മൾ ആരിദിൻ്റെ ദീർഘത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ. വൽ ഔലാ ലിൽ ഖാരിഇന് ഏറ്റവും, പാരായണക്കാരന് ഏറ്റവും അനുയോജ്യമായത്, അഭികാമ്യമായത്, അൻ യഖ്സുറൽ ലീന ഫിൽ ഹദ്ർ, ഹദ്ർ ചെയ്ത് വേഗത്തിൽ ഹദ്ർ ചെയ്ത് ഓതുകയാണെങ്കിൽ അവിടെ ലീനിന് ഖസ്ർ കൊടുക്കുക, അഥവാ 2 ഹറക്കത്തിൻ്റെ അളവിൽ മതിയാക്കലാണ് ഏറ്റവും അഭികാമ്യം. ലഇലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് എന്നിങ്ങനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ ഒന്നും കൂടി നമുക്ക് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലഇലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് الذي أطعمهم من جوع وآمنهم من خوف. ഇനി അല്പം കൂടി വേഗത്തിൽ ഓതിയാലും അതൊക്കെയും ഹദറായി പരിഗണിക്കപ്പെടും. അപ്പം അങ്ങനെ ഹദർ ചെയ്ത് വേഗത്തിൽ ഓതുമ്പോൾ ഖസ്ർ. വയുവസ്സിതു, തവസ്സുത്ത് സ്വീകരിക്കാം, മിതത്വം അഥവാ 4 ഹറക്കത്തിൻ്റെ അളവിലാവാം. ഫിത്തദ്വീർ, അല്പം കൂടി വേഗത കുറച്ചോതുമ്പോഴുള്ള തദ്വീർ രീതിയാണെങ്കിൽ. വയുതവ്വിലുഹു, പൂർണ്ണമായി 6 ഹറക്കത്തിൻ്റെ അളവിൽ തവീലായ ദീർഘം തത്വീൽ ചെയ്ത് ഓതുകയുമാവാം. ഫിത്തഹ്ഖീഖ്, തഹ്ഖീഖിൻ്റെ രീതി സ്വീകരിക്കുമ്പോൾ വളരെ സാവധാനത്തിൽ ഓതുകയാണെങ്കിൽ ലിതതനാസബൽ ഖിറാഅ, ആ ഖിറാഅത്തിനോട് അനുയോജ്യമായി വരാൻ വേണ്ടി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആരിദ് സൂചിപ്പിച്ച അതേ കാര്യം തന്നെയാണ്. അതെന്താണ്? ഇദ ഇബ്തദഅൽ ഖാരിഉ തിലാവതഹു ബിഅഹദിൽ മഖാദീരി الثلاثة السابقة لمد اللين فعليه أن يستمر على ذلك المقدار إلى أن ينهي تلاوته. മേൽപ്പറഞ്ഞ 2 ഹറക്കത്തിൻ്റെ അളവിൽ, അല്ലെങ്കിൽ 4 ഹറക്കത്തിൻ്റെ അളവിൽ, അതുമല്ലെങ്കിൽ 6 ഹറക്കത്തിൻ്റെ അളവിൽ എന്ന് പറഞ്ഞ 3 രീതികളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ, പാരായണക്കാരൻ ഏതെങ്കിലും ഒരു രീതിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അയാൾ പാരായണം അവസാനിക്കുന്നത് വരെയും ആ രീതി അനുസരിച്ച് പോകലാണ് അയാൾക്ക് അഭികാമ്യമായത്. അയാൾ അങ്ങനെയാണ് വേണ്ടത് എന്നതാണ്. ഫഅലൈഹി, അപ്പോൾ അയാൾ സ്വീകരിക്കേണ്ടതാണ്, അയാൾ പിന്തുടരേണ്ടതാണ്. എന്ത്? അയ്യസ്തമിറ, അയാൾ സ്വീകരിക്കേണ്ടതാണ് അയ്യസ്തമിറ അലാ ദാലിക്, ആ രീതിയിൽ തന്നെ തുടരുക എന്നത്. അൽ മിഖ്ദാർ, ആ തോതനുസരിച്ച്. തവസ്സുത്താണ് സ്വീകരിക്കുന്നതെങ്കിൽ തവസ്സുത്തായിട്ട് തന്നെ പോവുക. ഇലാ അൻ യുൻഹിയ തിലാവത, പാരായണം അവസാനിക്കുന്നത് വരെ, അല്ലെങ്കിൽ പാരായണം അവസാനിപ്പിക്കുന്നത് വരെ. അപ്പോൾ ഇവിടെ അനുബന്ധമായി അറിയേണ്ട ഒരു കാര്യം, മദ്ദുൽ ലീൻ എന്നത് നമ്മൾ സൂചിപ്പിച്ചു. ലീനിൻ്റെ അക്ഷരത്തിന് ശേഷം വരുന്ന ഹർഫിൽ വഖഫ് ചെയ്യുമ്പോൾ മാത്രമാണ് ലീൻ ദീർഘം കൊടുക്കുക. നമ്മുടെ റിവായത്തിൽ അങ്ങനെയാണ്. എന്നാൽ വേറെ ചില റിവായത്തുകളിൽ അല്ലാതെയും ദീർഘം നൽകുന്ന രീതികളൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ താരതമ്യേന മദ്ദുല്ലീൻ നമ്മുടെ റിവായത്തനുസരിച്ച് വളരെ കുറവാണെന്നർത്ഥം. വളരെ കുറവാണ്. നമ്മൾ സൂറത്തുൽ ഫീലിൽ കണ്ടതുപോലെ, അതുപോലെ നമ്മൾ പാരായണത്തിനിടയിൽ വരുന്ന ഇത്തരം പദങ്ങൾ, അവിടെ ലീനിൻ്റെ ദീർഘം നൽകേണ്ട സ്ഥാനങ്ങളിൽ അത് നൽകേണ്ടതാണ്. ലാ തഖുദുഹു സിനതുൻ വലാ നൗം, നൗം എന്ന് ദീർഘിപ്പിക്കുക, അല്ലേ?
അപ്പം അങ്ങനെയുള്ള പദങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ താരതമ്യേന കുറവാണെന്ന് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും ഈ നിയമം നമ്മൾ അറിയേണ്ടതാണ്. കൃത്യമായി ഈ നിയമം പാലിച്ചുകൊണ്ട് പാരായണം ഭംഗിയായി നിർവഹിക്കേണ്ടതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വബാറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.